കളിയുടെ പറഞ്ഞു 8 മണിയാവണല്ലോ. അത് വീണ്ടും പറയുന്നു. നമ്മൾ മറ്റേ സാധനം ഇല്ലാണ്ടാണെങ്കിൽ ഇത് ഇടാണെങ്കിൽ ഇത് വേറെ എന്നാ ശരി അങ്ങനെ ഇടാം. ആദ്യം അങ്ങനെ വേണ്ട, ഒറ്റൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ. ഓക്കെ, ഇതൊരു ആപ്പാണ്. ഈ ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇമ്പോസ്റ്റർ ഗെയിം കളിക്കുന്നത്. പേപ്പറിന് പകരം ഈ ആപ്പിൽ നമുക്ക് ചെയ്യാം. ഓരോരുത്തർക്കും കിട്ടണ സാധനം അവനവന് മാത്രം കാണാൻ പറ്റും. അപ്പോൾ ഇമ്പോസ്റ്റർ ഒരാൾക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആൾക്ക് നമ്മൾ പാസ് ചെയ്യുമ്പോഴേക്കും ആ സാധനം മാറും. ഇതുപോലെ കാർഡ് പോലെ വന്ന് നിൽക്കും. ഇമ്പോസ്റ്റർ ആരാന്ന് കിട്ടിയ ആൾക്ക് മാത്രമേ അറിയുള്ളൂ. മറ്റേ സാധനങ്ങൾ എന്താണെന്നുള്ളതും ആ കിട്ടുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, ഇമ്പോസ്റ്റർ ഹൂ അതല്ലേ ആപ്പിന്റെ പേര്? അതന്നെ. ഇതെനിക്ക് എന്റെ ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്തതാണ്. എന്റെ ഫ്രണ്ട് റിയ റെക്കമെൻഡ് ചെയ്തതാണ്. സോറി, റിയ ഒന്നല്ല കേട്ടോ, ഫ്രണ്ടാണ്. ഓക്കെ ഓക്കെ, വെറൈറ്റി ബ്ലാക്ക് ടുമോറോ മൂവി മെയിൻലി വാൾ മൗണ്ട്. വേണ്ട, ഇന്ന് വേറെ ഫോട്ടോ. മൊബൈൽ. മൊബൈൽ ഫോൺ ഇട്ടാ മൊബൈലാണെങ്ങ മൊബൈലിറ്റി. നീ അങ്ങനെ ചിന്തിക്കണം, ഞങ്ങൾ അതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. ഓക്കെ, ഞാനല്ലേ അല്ല, ഇത് എത്ര റൗണ്ടായി? 3 റൗണ്ട്. 2 നമ്മുടെ വീട്ടിലുണ്ട്. ബാഡ് പോയി. കളർഫുൾ. ആണി. നീ രണ്ടാമത് എന്നിട്ട് പറഞ്ഞു ഫോട്ടോ, എന്നിട്ട് ആണിയ. കഴിഞ്ഞില്ലേ? അപ്പൊ 3 റൗണ്ട്. ഞാൻ 3 ഇല്ലേ? ഇവളല്ല സ്റ്റാർട്ട് ചെയ്തേ. ഞാൻ 3 പറഞ്ഞ. ഓ, എല്ലാരും 3 ഇവളല്ല സ്റ്റാർട്ട് ചെയ്ത. അപ്പൊ നീ പറയുന്നത് അവസാനിക്കില്ലേ? അപ്പൊ പറയാം. നിക്ക് പറഞ്ഞാലേ. എന്നിട്ട് നീ എന്താ ആദ്യം പറഞ്ഞേ? മൂവി. പിന്നെ മൊബൈൽ. ആണി. 3, 2, 1.
അല്ല ഇപ്പൊ എങ്ങനെ നമ്മൾ ഓപ്പണായി പറയണം നമ്മുടെ സ്ഥാനങ്ങൾ എന്തുട്ടാന്നുള്ളത്. അല്ല ഇപ്പൊ ആരാ ജയിച്ചേ അല്ല ഇതിലൊരാള് കറക്റ്റ് ഒരാൾ ഇമ്പോസ്റ്റർ ചൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പൊ ആള് ജയിക്കും. ഇമ്പോസ്റ്ററിനെ ചൂസ് ചെയ്ത ആള് ജയിക്കും. ഇമ്പോസ്റ്ററിനെ തെറ്റി കാണിച്ച ആളാണെങ്കിൽ അതായത് ഇമ്പോസ്റ്ററിനെ ചൂസ് ചെയ്ത ആള് ജയിക്കും. പിന്നെ ഇമ്പോസ്റ്റർ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വരാൻ വഴിയില്ല. ഇപ്പൊ എന്തായാലും ആരെങ്കിലും ഒരാള് കണ്ടുപിടിച്ചു. ആ ഓക്കെ, അപ്പൊ നമ്മളൊരു റിഫ്രഷിങ് സ്നാക്ക് നമുക്ക് കഴിക്കാം. ആരാന്ന് കാണിക്കില്ലല്ലോ. അതിന് കാണിക്കോ? സ്വയം പറഞ്ഞൂടെ? അതില് കാണിക്കാൻ നോക്കട്ടെ. ഞാൻ ജയിച്ചു. എനിക്ക് അനീനാണ് ഇവളാണോ നീ എന്തൊരു മൂവി പറഞ്ഞു സിനിമ ഈ അടുത്ത ഞാൻ കണ്ട ഏത് ടിവിയില് വരണല്ലോ അത് ഞാൻ ടിവി കണ്ടിട്ടല്ലേ കുറെ കാലം. എനിക്ക് ഇമ്പോസ്റ്റർ ആവാൻ പറ്റണില്ലല്ലോ. എനിക്കറിയാം കുഞ്ഞു കൂട്ടണല്ല. നീ മൂവി പറഞ്ഞത് ഇത് വല്ലാത്തൊരു ഇമ്പോസ്റ്റർ. അത് ശരിക്കും ഒരു ഇമ്പോസ്റ്റർ തന്നെയായി പോയി. നീ അത് പറയാൻ പാടില്ലായിരുന്നു. കലണ്ടർ അത് ഞാൻ ആലോചിച്ചു. പിന്നെ വിചാരിച്ചു കലണ്ടർ എന്ന് പറയുമ്പോ അതിലേക്ക് ഇതൊരു സ്പെസിഫിക് ഒരു ഇതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ വിട്ടത്. മൂവി ഒക്കെ പിന്നെ അടുത്തത് എന്നിട്ട് നീ പറഞ്ഞേ മൊബൈലിൽ അത് ഓക്കെ. ഇവിടെ ആണി പറഞ്ഞപ്പോ എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വേറെ ഒന്നെങ്കിലും നീ എന്നിട്ടേ പറഞ്ഞേ ഫോട്ടോ ടുമോറോ. അപ്പൊ പിന്നെ എനിക്ക് ഡൗട്ട് ആയി. അടുത്തതാ പിന്നെ കളർഫുൾ എന്തോ അതും കലണ്ടറില് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവളാണ് ശരിക്കും പോസ്റ്റർ ആവേണ്ടത്. അത് കഷ്ടം. ഞാൻ ജയിച്ചപ്പോ ഞാൻ മാത്രം ജയിച്ചില്ലേ? ഞാൻ കഴിഞ്ഞ കളികളിലൊക്കെ എന്നിട്ടുണ്ടായിരുന്നു ആൾക്കാരോട് പറയാൻ മീൻറ്റേഴ്സിട്ട്. അതല്ല മൂവി ഇട്ടതാ അങ്ങനത്തെ ശരിക്കും ചെയ്യാൻ പാടില്ല. ശരിക്കും നമ്മള് ശരിക്കും എനിക്ക് ഒബ്വിയസ് ആയിട്ടുള്ളത് ചെയ്യാൻ പാടില്ല. ഒബ്വിയസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ നമ്പർ എന്ന് പറഞ്ഞില്ല. ഞാൻ അതിന് പകരം എന്നിട്ട് ബ്ലാക്ക് എന്ന് പറഞ്ഞു. ബ്ലാക്കിലാണ് കൂടുതലും ഇമ്പോസ്റ്റർ അയാൾക്ക് എന്നിട്ടോ മനസ്സിലാവും. ഇമ്പോസ്റ്റർ അയാൾക്ക് മനസ്സിലാവും. മൂവി ഇഷ്ടംപോലെ ഇങ്ങനത്തെ ഹിന്റ് കൊടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് ഇല്ലില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ ആലോചിച്ചത് കൂടി മൂവി ഡേറ്റ് എന്നുള്ളതിലാണോ ഉദ്ദേശിച്ചത്. പിന്നെ മൂവി ഡേറ്റ് ഒരു കലണ്ടറിന്റെ ഡേറ്റ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചാൽ പറയായിരുന്നു അല്ലേ? അതെനിക്ക് കുറച്ചുകൂടി നല്ലത്. കലണ്ടർ അപ്പൊ വേറെ പല ആൾക്കാരും പരസ്യങ്ങൾ പറയേണ്ടി വരും. അല്ല അതന്നെ ഫേമസ്. തിലകൻ ഭയങ്കരമായി പോയി. അവളാണ് അങ്ങനെയാണ് ഞാൻ ഇവളുടെ പോയിന്റ് വെട്ടി കുറച്ച്. ഇവർക്കൊന്നും പറ്റില്ല. ഇവർക്ക് ഗെയിം അവസാനിച്ചിരിക്കുന്നു.